ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ തയ്യാറാക്കാൻ പറ്റിയ മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. ഇതുണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 2 മീഡിയം സൈസ് സവാളയും ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 3 മുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട ചെറിയ പീസാക്കി എടുക്കാം. ഇതുപോലെ ചെറുതായി കട്ടാക്കിയ മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ മസാലയിലേക്ക് ഈ മുട്ട നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊരു 2 മിനിറ്റോളം അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഈ മുട്ടയിലേക്ക് നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫില്ലിങ്ങിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് മുട്ട ഒന്ന് പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഇതുപോലെയുള്ള ബ്രെഡ് എടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ ബ്രെഡിൻ്റെയൊക്കെ സൈഡ് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. ഇനി ഓരോ ബ്രെഡും ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ലതുപോലെ അതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് കളയണം. നമ്മൾ ബ്രെഡ് വെച്ച് സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായ ബ്രെഡ് തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. ഇതിപ്പോൾ ഇവിടെ ബ്രെഡിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് വെച്ച് കൊടുക്കണ്ട. നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ബ്രെഡ് വെള്ളത്തിൽ മുക്കിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുന്നതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലേക്കാക്കി മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആക്കിയത് നമുക്ക് ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കണം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡെല്ലാം ചെയ്തിട്ടെടുക്കാം. ആദ്യം ബ്രെഡ് ഇതുപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് കൈവച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഈ ബ്രെഡ് വെച്ച് ഫില്ലിങ് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കി മാറ്റാം. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടും കൂടിയിട്ടെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നെന്ന് വിചാരിച്ച് ഒട്ടും തന്നെ എണ്ണയൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.